ബാലകരാമനെ കാണാൻ പതിനായിരങ്ങളാണ് അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരം ഇപ്പോഴും. അയോധ്യയിൽ വലിയ ഭക്തജന തിരക്കാണ്. നമ്മൾ ഇന്നറിയാം, നമ്മുടെ ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് 23 23 മുതലാണ് പൊതുജനങ്ങൾക്കുള്ള ദർശനത്തിനുള്ള സൗകര്യം അയോധ്യയിലുള്ളത്. ഇന്നലെയൊക്കെ നമുക്കറിയാം, പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ VVIPകളായി ക്ഷണിക്കപ്പെട്ട അതിഥികളായുള്ള 8000-ഓളം പേർക്ക് മാത്രമായിരുന്നു ക്ഷണം. അവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കുറച്ച് ആളുകൾക്ക് ദർശനത്തിനുള്ള സമയം കിട്ടി. അവരെയൊക്കെ പ്രത്യേക പരിഗണന ഉള്ള മാധ്യമപ്രവർത്തകര്, ഒപ്പം മറ്റ് മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എത്തി ദർശനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇന്നാണ് യഥാർത്ഥത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ, യാതൊരു പരിഗണനയുമില്ലാതെ, VIP എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സാധാരണക്കാർക്കും ദർശനം തുടങ്ങാനുള്ള ദിവസം ഇന്നാണ്. ഇന്ന് ഈ ദർശനത്തിനുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എത്ര പേരാണെന്നറിയാമോ? അതായത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ വലിയൊരു പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ട്. നേപ്പാൾ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ദിവസങ്ങളായി ഇവിടെ താമസിച്ച് 23-ന് പുതിയ രാംലല്ലയെ കണ്ടു മടങ്ങണം. അതായത് നേരത്തെ നമുക്കറിയാം, താൽക്കാലിക ക്ഷേത്രത്തിലായിരുന്നു പ്രതിഷ്ഠ. അതിനുശേഷം ഈ പെർമനന്റ് സ്ട്രക്ചറിലേക്ക് മാറിയത് ഇന്നലെ മുതലാണ്. അതിന്റെ പ്രാൺപ്രതിഷ്ഠ പോലെയുള്ള വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇന്ന് ഈ പുതിയ വിഗ്രഹത്തെ കാണാനും പുതിയ രാംലല്ലയെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ എത്തുന്നവരുടെ എണ്ണമാണ് ഈ പറഞ്ഞത്. ഇതൊരു വലിയ സംഖ്യയാണ്. വലിയ സംഖ്യ എന്ന് വെച്ചാൽ ക്ഷേത്ര ട്രസ്റ്റ് പോലും പ്രതീക്ഷിക്കുന്നത് 100,000-ഓളം ആളുകളെങ്കിലും ഒരു ദിവസം വന്നു പോകും. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നവർ അറിയിച്ചിട്ടുണ്ട്. അവർക്കുള്ള പ്രസാദം വേണം, ക്യൂ നിന്ന് അവരെ അകത്ത് കയറ്റാനുള്ള സംവിധാനം വേണം. ഈ മൊബൈൽ അടക്കമുള്ള യാതൊരു കാര്യങ്ങളും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. മൊബൈല്, പേഴ്സ് തുടങ്ങിയ സംവിധാനങ്ങൾക്ക് വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുപോലെ താക്കോലുകൾ, ഈ റിമോട്ടുള്ള താക്കോലുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനെ ഈ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് അയോധ്യ ക്ഷേത്രം ഉള്ളത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അയോധ്യ നഗരവും അതിനനുസരിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ടൗൺഷിപ്പായി, വലിയൊരു ടൗൺഷിപ്പായി, 1000-ഓളം ഏക്കറിൽ വലിയൊരു ടൗൺഷിപ്പായി അയോധ്യയെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അയോധ്യ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്നത് എന്നുള്ളതാണ്. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഈ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ വലിയ ഹോട്ടലുകളുടെ ഒരു ശൃംഖല ഇവിടെ വരുന്നു. 100-ഓളം ഹോട്ടലുകൾ ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നു. ഭക്ഷ്യശാലകൾ നിർമ്മാണം ആരംഭിക്കുന്നു. ഒപ്പം ഈ മറ്റ് സംവിധാനങ്ങൾ, ഈ ഭക്തർക്ക് വന്നു പോകുന്ന ഭക്തർക്ക്, ഈ ചെറിയൊരു നഗരമാണിത്, ഇവിടെ വന്നു പോകുന്ന ഭക്തർക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യ വികസനവും ഒരുക്കണം. അങ്ങനെ വലിയ വെല്ലുവിളിയാണ് അയോധ്യ ഏറ്റെടുത്തിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടക നഗരമായി അയോധ്യ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്ര നഗരമായി അയോധ്യ മാറും. അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ അതോറിറ്റികളെല്ലാം. കാരണം വന്നിരിക്കുന്ന ആളുകളൊക്കെ ഈ പരമാവധി സുഗമമായി ദർശനം നടത്തി മടങ്ങുക എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞ ഭിന്ന സൗഹൃദമാണ്. ഇത്തരം വീൽ ചെയറുകൾ കൂടി ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. തീർത്ഥാടകർക്ക് ഇത്തരം വീൽ ചെയറുകൾ കൂടി ലഭ്യമാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഈ ഓട്ടോകൾ ഒരുക്കിയിട്ടുണ്ട്. അകത്തേക്ക് പോകാനുള്ള പ്രത്യേക സംവിധാനങ്ങളായി ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇപ്പോൾ അയോധ്യ ഒരുങ്ങുന്നത്. എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകർ, ലക്ഷോപലക്ഷം തീർത്ഥാടകരുടെ വരവാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ സംഖ്യയായി തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അയോധ്യ ഒരു വലിയ ക്ഷേത്ര നഗരമായി മാറുന്ന സാഹചര്യമുണ്ട്. പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്കൊടുവിൽ വരുന്ന ദിവസങ്ങളിലുമൊക്കെ നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക്, ലക്ഷക്കണക്കിന് ഭക്തരെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, അയോധ്യ.